ജലദോഷം, പനി, തൊണ്ടവേദന ഇവ നമുക്ക് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോകാതെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന കുരുമുളക്, ചുക്ക് ഇവയൊക്കെ ചേർത്ത് നല്ലൊരു കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ ചെറിയ രീതിയിലുള്ള ജലദോഷം, ചുമ, പനിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നമ്മളിവിടെ ഒരു പനിക്കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് പനിക്കൂർക്കയില നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, കുറച്ച് തുളസി ഇല, പിന്നെ നമ്മൾ കുറച്ച് ആടലോടകത്തിൻ്റെ ഇല കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പനിക്കും ചുമയ്ക്കും കഫക്കെട്ടിനുമെല്ലാം ഒന്നാന്തരം ഔഷധമാണ് ഈ ആടലോടകം. ചെറിയ പീസായി അരിഞ്ഞെടുത്ത് വെയിലത്തുണക്കി കൽക്കണ്ടവും കുരുമുളകും ചുക്കും ചേർത്ത് പൊടിച്ച് തിന്നാൽ നമ്മുടെ ചുമ പരിപൂർണമായിട്ടും മാറിക്കിട്ടും. ഇലയും നമുക്ക് ഈ പനിക്കാപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു കഷ്ണം ചുക്ക്, കുറച്ച് കുരുമുളക് ഇവ നന്നായിട്ടൊന്ന് ചതച്ചും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ശർക്കര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇലയെല്ലാം നന്നായിട്ട് തിളച്ച് വെന്ത് ഇലയുടെ എല്ലാ സത്തും ഇറങ്ങിക്കഴിഞ്ഞ് വേണം നമ്മൾ ഈ കാപ്പി എടുക്കാൻ. നന്നായിട്ട് ഇല തിളപ്പിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ലേശം കാപ്പിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് കാപ്പിയായിട്ടും ഉപയോഗിക്കാം. കാപ്പിപ്പൊടിയും ചക്കരയും ഒഴിവാക്കി ഇതൊരു കഷായമായിട്ട് വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ്. നമ്മുടെ പനിക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെയുള്ള ഈ കാപ്പി ഒരു 2 നേരം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചെറിയ പനികളും തൊണ്ടവേദന, ചുമ ഇവയെല്ലാം മാറിക്കിട്ടും. കുരുമുളക്, ചുക്ക്, കാപ്പിപ്പൊടി ഇവയുടെ എല്ലാം മണമുള്ള മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന ഇല, പനിക്കൂർക്ക, ആടലോടകം ഇവയുടെ എല്ലാം വെന്ത സത്തിറങ്ങിയ നമ്മുടെ അടിപൊളി കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ജലദോഷം, ചുമ, പനി, തൊണ്ടവേദന ഇവയ്ക്കൊക്കെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോകാതെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഇതേപോലെയുള്ള ഒരു പനിക്കാപ്പി ഉണ്ടാക്കി കുടിക്കുക. ഒന്ന് ആവി പിടിക്കുക, ഇട്ട ചെറു ചൂടുവെള്ളം തൊണ്ടയിൽ കൊള്ളുക. ഇവയൊക്കെ ചെയ്ത് അത്യാവശ്യം കുറച്ച് റെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ പനികളും ജലദോഷങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഗുളികകൾ കഴിക്കാതെ നോക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം.